ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടിയതിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ വലിയ സ്നേഹത്തിൻ്റെ ആ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിത സാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം ലോകത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ സമയത്ത് അനേകം ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരൊരുമിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും. ഒരു യുവാവ് എന്ന നിലയിൽ ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകാൻ പറ്റുമോ അതെല്ലാം മേഖലയിലൂടെ ഞാൻ അടിച്ചു പൊളിച്ച് ലോകത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോയ സമയത്ത് പ്രിയപ്പെട്ട ജസ്റ്റിൻ ബ്രദറിലൂടെ കർത്താവ് എന്നെ വിളിക്കുകയാണ്. ആ സമയത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ജസ്റ്റിൻ ബ്രദർ വിളിച്ചതെങ്കിലും ഞാൻ ഒരിക്കലും ധ്യാനം കൂടാൻ അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ധ്യാനത്തിന് പോകാൻ ഒരിക്കലും മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടില്ല. പക്ഷെ വരാമെന്ന് പറയാൻ കാരണം പിന്നീട് വിളിക്കില്ലല്ലോ എന്ന് ഉള്ള കാരണത്താൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ശനിയാഴ്ച ദിവസം എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ വരികയാണ്, ഈ ധ്യാനത്തിന് പോകണം. ഈ ധ്യാനത്തിന് പോയി 4 ദിവസമല്ലേ ഉള്ളൂ, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം. എൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ വെറുതെ ഒരു തോന്നൽ മാത്രം. ഞാൻ തീരുമാനമെടുത്തു. ഞായറാഴ്ച ധ്യാനത്തിന് കടന്നു ചെന്നു. ഞാൻ രജിസ്റ്ററൊക്കെ ചെയ്ത് ഏറ്റവും ബാക്കിൽ പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെതായ വഴികളിലൂടെ കടന്നുപോയി അടിച്ചുപൊളി ജീവിക്കുകയാണ്. എൻ്റെ അപ്പൻ ഗൾഫിലാണ്, അമ്മ വീട്ടിൽ ഉണ്ട്, ടീച്ചറാണ്. എനിക്കൊരു അനിയൻ. അപ്പോൾ മമ്മി സ്കൂളിലേക്ക് പോകും, വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഞാൻ അതുപോലെ ലോകത്തിൻ്റെ വഴിയിൽ കടന്നുപോയി, മദ്യപാനം തുടങ്ങി ലോകത്തിൻ്റെ വഴിയിൽ വീണു. പക്ഷെ എന്നാൽ ലോകത്തിന് ആർക്കും അങ്ങനെ വലിയൊരു അശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ തികച്ചും ഒരു കപട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വന്ന് ഏറ്റവും അവസാനം ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുകയാണ്. എൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ, 4 ദിവസം എങ്ങനെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. ഞാൻ അവിടെ പ്രഘോഷിക്കുന്ന വചനങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ 3-ാമത്തെ ദിവസം അഭിഷിക്തൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ആരെല്ലാം നിന്നെ അനുഗ്രഹിച്ചാലും, വികാരി അച്ഛനോ ബിഷപ്പോ മാർപ്പാപ്പ വരെ നിന്നെ അനുഗ്രഹിച്ചാലും, ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ആ പ്രതലം മാറുകയാണ്. ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ ജീവിതം തന്നെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ കണ്ണെല്ലാം തിരുമ്മി നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കണ്ണുനീര് അടക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കരഞ്ഞു തുടങ്ങി. കാരണം എൻ്റെ ജീവിതത്തിൽ അപ്പനെയും അമ്മയെയും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെല്ലാം ഞാൻ പറ്റിച്ച് ചെയ്യുന്ന, രഹസ്യമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് എന്നെ തന്നെ കാണിക്കുകയാണ്. എനിക്ക് അടക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥയായി. പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു സമയമായിരുന്നു. എനിക്ക് അനുതാപം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ ഓടിപ്പോയി കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെ അകം പുറം മാറ്റിമറിച്ചു. ആ ശുശ്രൂഷയിലൂടെ ഞാൻ 4-ാം ദിവസം ദിവികാര സന്നിധിയിൽ ഒരു തീരുമാനം മാത്രമേ എടുത്തുള്ളൂ. കർത്താവെ, പാപം ചെയ്ത് ഇനി നിന്നെ വേദനിപ്പിക്കാൻ എന്നെ ഇടവരുത്തരുത്, എന്നെ അനുവദിക്കരുത്. കർത്താവെ, ഞാൻ ഒരു ശുശ്രൂഷകനായി തീരുമെന്നോ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒന്നും തീരുമാനമെടുത്തില്ല. പാപം ചെയ്യാതെ എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവെ നീ എന്നെ സഹായിക്കണം. അതിനുശേഷം വീട്ടിൽ ചെന്നു. എന്നാൽ കൂട്ടുകാരെല്ലാം പഴയ തന്നെയാണ്, സാഹചര്യം എല്ലാം പഴയ തന്നെയാണ്. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്നും ജസ്റ്റിൻ ബ്രദറിനെ വിളിക്കും. ഞങ്ങൾ ഓരോ ആഴ്ചകളിലും ഓരോ കൂട്ടായ്മ കൂടും. എവിടെയാണെങ്കിലും എനിക്ക് ഒന്ന് കൂടിയാൽ മതി, ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒന്ന് കർത്താവിനെ വിളിച്ചാൽ മതി. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു കടമ്പ കടക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ബ്രദർ ഓരോ കാര്യങ്ങളും സംസാരിക്കും, ഷെയർ ചെയ്യും. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ എല്ലാം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ കർത്താവിനോട് സംസാരിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ്?
അങ്ങ് വചനത്തിലൂടെ സംസാരിക്കണം. അപ്പോൾ ആ സമയത്ത് എന്നെ സ്പർശിച്ചൊരു വചനമുണ്ട്, ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 20-ാം വാക്യം. പിതാവിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, അവൻ ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. ഈ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ച വചനമാണ്. പിതാവിൻ്റെ സ്നേഹം ആ വചനത്തിലൂടെ, ഒറ്റ വചനത്തിൽ ദൈവം എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ്, ഞാനൊരു വൈദികനോട് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന പോലെ തന്നെ എല്ലാ അവസ്ഥകളും, എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ എൻ്റെ സ്വന്തം അപ്പൻ്റെ അടുത്ത് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കതുപോലെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. കാരണം അവർ എന്നെ ഞാനതുപോലെ അവരെ അവഗണിച്ചിട്ടും, മാതാപിതാക്കൾ അവഗണിച്ചിട്ടും അവരെന്നെ സ്നേഹിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഞാനെല്ലാം എൻ്റെ അപ്പനോട് സംസാരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഞാൻ അങ്ങേക്ക് വേണ്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്താണ്, ജോലി ചെയ്ത് ജീവിക്കണോ അല്ലെങ്കിൽ ശുശ്രൂഷയാണോ എൻ്റെ വിളി? ഞാൻ കർത്താവിന് ചോദിച്ചു. വചനത്തിലൂടെ തന്നെ ദൈവം സംസാരിച്ചൊരു വചനമാണ് റോമാലേഖനത്തിൽ 6-ാം അധ്യായം 22-23 വചനം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദന മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ഹല്ലേലൂയ. ഈ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു പ്രിയപ്പെട്ടവരെ. ലോകത്തിൻ്റെ എല്ലാ സ്വാധീനത്തിൽ പെട്ടുപോയ എന്നെ കർത്താവ് രക്ഷിച്ചു എന്ന് മാത്രമല്ല, നിത്യജീവന് അവകാശിയാക്കി മാറ്റി. ഇതിനേലും വലിയൊരു സമ്പത്ത് ഒരു യുവാവ് എന്ന നിലയിൽ എനിക്ക് ലഭിക്കാനില്ല. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുരിശു മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം നോക്കുമ്പോൾ ഞാനത് കാണുകയാണ്. അത് എൻ്റെ ഹൃദയത്തിലേക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ചു. ആ കുരിശുമരണത്തിലൂടെ നമുക്ക് നേടിത്തന്ന എല്ലാ നന്മകളും ഓർക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതം മാത്രമല്ല, ഇത്ര വലിയ ജീവിതമാണെങ്കിലും കർത്താവിന് വിട്ടുകൊടുക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് ആ സമയം കടന്നു വന്നു. ഹല്ലേലൂയ. പിന്നീട് കൂട്ടായ്മയായി ഞാൻ ശുശ്രൂഷയിൽ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വലിയൊരു ആനന്ദമായിരുന്നു ഓരോ ദിവസവും ശുശ്രൂഷയിലൂടെ. പിന്നെ എനിക്ക് ലഭിച്ചത്, പ്രിയപ്പെട്ടവരാരോടും ഒരു ലോകത്തിന് ഇതേവരെ തരാൻ പറ്റാത്ത എല്ലാ ആനന്ദവും സമാധാനവും സന്തോഷമെല്ലാം ഈ ശുശ്രൂഷയുടെ ഓരോ ദിവസവും എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതായിട്ട് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ യുവാക്കളായ അനേകർ ഓരോ ലോകത്തിൻ്റെ വഴിയിലൂടെയും സന്തോഷങ്ങൾക്ക് വേണ്ടിയും സുഖത്തിനു വേണ്ടി പരക്കം പായുകയാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ ആനന്ദം സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ 11-ാം വാക്യം പറയുന്നുണ്ട്, കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈ ആനന്ദം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഹൃദയം കൊണ്ട് എടുത്ത് സ്വന്തം ജീവിതത്തിൽ വെക്കുകയാണെങ്കിൽ, ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ കർത്താവ് നമ്മിലേക്ക് ചൊരിയുന്ന ആനന്ദം, അതിലൂടെ വരുന്ന നന്മകൾ, അത് അവർണ്ണനീയമാണ്. അത് ഞാൻ അനുദിനം ഈ ശുശ്രൂഷ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്ത മേഖല എന്താണ് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ആനന്ദം ഓരോ ശുശ്രൂഷയിലൂടെയും കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മ നൽകുന്ന ആനന്ദത്തിലൂടെ നമുക്ക് ഈ ജീവിതം മുഴുവനും നയിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള വലിയ ശക്തി കർത്താവ് അനുദിനം എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കടന്നു വന്ന അതിനുശേഷം ദൈവം എന്നെ അത്ഭുതകരമായി നയിച്ചു. ഓരോ നിമിഷവും കർത്താവിൻ്റെ സ്നേഹം പകരുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എനിക്ക് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന ആ സമയത്ത് എൻ്റെ വയസ്സ് ഏകദേശം 24 വയസ്സാണ്. ഞാനൊരു എൻജിനീയറിങ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അനേകർ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇനി എന്താണ് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, എന്താണ് ഇതിലൂടെ നീ ഉദ്ദേശിക്കുന്നത് എന്ന് അനേകർ ചോദിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എനിക്ക് നൽകിയൊരു ഉറപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ വഴിയിലൂടെ നിൽക്കുമ്പോൾ കർത്താവ് കർത്താവ് നയിക്കും. വിവാഹത്തിൻ്റെ പ്രായമായപ്പോൾ അനേകർ എൻ്റെ അടുത്ത് ചോദിച്ചു, ആര് നിനക്ക് പെണ്ണ് തരും? സുവിശേഷ വേല എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ആരാണ് നിന്നെ മാനിക്കുക? പ്രിയപ്പെട്ടവർ, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒരു തരി പോലും ആകുലത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായില്ല. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് ഉറപ്പായിരുന്നു പ്രിയപ്പെട്ടവർ. അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. ഒരു ഡോക്ടറിൻ്റെ മകളെ തന്നെ കർത്താവ് എനിക്ക് നൽകുകയാണ്. അനേകർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു.
മകൾ MSc റാങ്ക് ഹോൾഡറാണ്. കല്യാണത്തിന് ശേഷം വിവാഹത്തിന് ശേഷമാണ് മകൾക്കൊരു ജോലി ലഭിച്ചു. കനറ ബാങ്കിൽ ഓഫീസറായി. പ്രിയപ്പെട്ടവരെ, അനേകം പ്രതിസന്ധിയെല്ലാം ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും അനേകം ചിന്തിച്ചു എങ്ങനെ വിവാഹം കഴിക്കാമെന്നൊക്കെ ചിന്തിച്ചു പോയി. എന്നാൽ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അനേകം സ്റ്റെപ്പുകൾ വെക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് 3 മക്കളാണുള്ളത്. 4ാമത്തെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അത്ഭുതകരമായി ശുശ്രൂഷയിൽ കർത്താവ് നയിക്കുന്നു. അനുനിമിഷം കർത്താവിൻ്റെ ആനന്ദത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നു. നമ്മൾ കൂട്ടായ്മയായുള്ള ഈ ജീവിതം ഞാൻ അനുദിനം ആസ്വദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം യുവതി യുവാക്കളും അനേകർ ഇന്ന് വഴിതെറ്റിപ്പോവുകയാണ്. എന്നാൽ ഞാൻ ഒരു യുവാവിനെക്കുറിച്ചും ഒരു യുവാവിനെയും ഞാൻ കുറ്റം പറയില്ല. കാരണം എനിക്കറിയാം, ഞാൻ കടന്നുപോയ അതേ മേഖലയിലൂടെയാണ് ഓരോ യുവാവും കടന്നു പോകുന്നത്. സങ്കീർത്തനം 34-ാം അധ്യായത്തിലെ 8ാം വാക്യം, കർത്താവ് എത്ര നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ആ അനുഭവം ലഭിച്ച, ആ ഒരു സ്പർശനം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് കർത്താവിന് വേണ്ടി ജീവിക്കാനും ഈ ലോകത്തിൻ്റെതായ എല്ലാം മാറ്റിക്കളഞ്ഞ് ഈ ദൈവത്തിന് വേണ്ടി മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് നിങ്ങളോടുമായി എൻ്റെ ജീവിതം ഷെയർ ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. അനേക യുവാക്കൾ ഈ കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടി ഉണരണം. അനേക മക്കൾ കർത്താവിൻ്റെ ധീരമായ വലിയൊരു തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, അതുപോലെ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിലും അശുദ്ധിയിലും പെട്ട് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വിളി മനസ്സിലാക്കി യേശുവിന് വേണ്ടി ഇറങ്ങുക. കർത്താവ് നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കും. അത്ഭുതകരമായി അവൻ നമ്മുടെ ജീവിതത്തിൽ വഴിവെട്ടും. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.